കുറിച്ചിടത്തെല്ലാം ജയിച്ച രാഷ്ട്രീയ ജീവിതവുമാണ് അബ്ദുള്ളക്കുട്ടിയുടേത്. കമ്മ്യൂണിസ്റ്റ് വീര്യത്തിൽ നിന്ന് കോൺഗ്രസ് പാളയത്തിലേക്കുള്ള യാത്രയുടെ പ്രതിഫലമാണ് അബ്ദുള്ളക്കുട്ടിക്ക് കണ്ണൂരിന്റെ MLA സ്ഥാനം. 1989 KSU കോട്ടയായ കണ്ണൂർ SN കോളേജിൽ SFIയുടെ യൂണിവേഴ്സിറ്റി കൌൺസിലറായി നക്ഷത്രക്കൊടി പാറിച്ച ചരിത്രം അബ്ദുള്ളക്കുട്ടിയുടേതാണ്. തുടർന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയായി. 3 തവണ SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി. 98 മുതൽ 2000 വരെ 2 വട്ടം SFI സംസ്ഥാന പ്രസിഡന്റ്. 95 വളപട്ടണം ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലെത്തി. യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറായി തുടങ്ങിവെച്ച തെരഞ്ഞെടുപ്പ് ജൈത്രയാത്ര പൂർത്തിയാകുന്നത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അത്ഭുതക്കുട്ടിയായാണ്. കോൺഗ്രസ് കോട്ടയിൽ 1999 മുല്ലപ്പള്ളി രാമചന്ദ്രനെ അട്ടിമറിച്ച് ജയൻ കില്ലറായി. ആദ്യവട്ടം 90,000 ഭൂരിപക്ഷം. രണ്ടാം വട്ടം 2004 83,000 മുല്ലപ്പള്ളിയെ മുട്ടുകുത്തിച്ചു. കണ്ണൂർ എക്കാലത്തേക്കും കോൺഗ്രസിന് കൈമോശം വന്നെന്ന് കരുതിയപ്പോഴാണ് അബ്ദുള്ളക്കുട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിന്റെയും മതവിശ്വാസത്തിന്റെയും കൊടുക്കൽ വാങ്ങലുകളിൽ സന്ദേഹമുണ്ടാകുന്നത്. വികസന മാതൃകയിൽ മാർക്സിന് പകരക്കാരൻ നരേന്ദ്രമോദിയാകാമെന്ന അബ്ദുള്ളക്കുട്ടിയുടെ വിപ്ലവ ചിന്ത CPM നേതൃത്വത്തെ ഞെട്ടിച്ചു. വിശ്വാസവും വികസനവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശങ്ങളുമായി അബ്ദുള്ളക്കുട്ടി പാർട്ടിയുമായി തെരുവിൽ അംഗത്തിനിറങ്ങി. ഹർത്താൽ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ ആദ്യം പരസ്യശാസന ഏറ്റുവാങ്ങി. പിന്നെ ഉംറയുടെ പേരിൽ പാർട്ടി അച്ചടക്ക നടപടി ആലോചിച്ചു. ഒടുവിൽ ആഗ്രഹിച്ചതുപോലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. 2009 ഏപ്രിൽ 28-നാണ് കോൺഗ്രസിൽ ചേരുന്നത്. 2 വട്ടം കൊണ്ട് നടന്ന കണ്ണൂർ ലോക്സഭാ സീറ്റ് കോൺഗ്രസിന് കഴിഞ്ഞ വട്ടം തിരിച്ചുകൊടുക്കുന്നതിൽ മുൻനിരക്കാരനായി നിന്ന് അബ്ദുള്ളക്കുട്ടി സംസ്ഥാനത്തെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് എക്കാലവും റഫർ ചെയ്യാവുന്ന കൌതുക കാഴ്ചയായി. ഒടുവിൽ 6 മാസത്തിനിപ്പുറം കണ്ണൂരിൽ നിന്ന് സുധാകരന്റെ പിൻഗാമിയായി നിയമസഭയിലേക്കും. കണ്ണൂർ നാറാത്ത് പരമ്പരാഗത കോൺഗ്രസ് കുടുംബത്തിൽ അറുമ്പള്ളി തറവാട്ടിൽ AP സൈനബയുടെയും TP മൊയ്തീന്റെയും 3ാമത്തെ മകനാണ് അബ്ദുള്ളക്കുട്ടി. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് നിയമബിരുദം നേടി. പിന്നെ രാഷ്ട്രീയം തന്നെ ജീവിതവും പോരാട്ടവും.